വാ വാ വാ. ജോണി ജോണി ഇവരെ കാണാനില്ല. ഞാൻ എവിടെയെല്ലാം നോക്കിക്കൊണ്ടിരുന്ന കാണാനില്ല. റെഡി റെഡി. ഓ മൈ ഗോഡ്. ഇതിനെങ്ങനെയുണ്ട് അനന്ത് മോൻ? ലണ്ടൻ ഇഷ്ടപ്പെട്ട? ഞങ്ങൾ ലണ്ടനിലെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. വേറെ കിടക്ക് തുടക്കേണ്ടതാണ് ഇവിടെ. അപ്പൊ ഗൈസ് ചേച്ചി എവിടെയോ കൊണ്ടുവന്ന് എന്നെ കണ്ട തഴമ്പ് വരെ വന്ന് കയ്യിൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബാബുക്കുട്ടൻ ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ബാബുക്കുട്ടനും ഇവിടെ, അമ്മ വേറൊരു സ്ഥലത്താണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്. ഇന്ന് രാവിലെ ഇപ്പം ഞാൻ ലണ്ടനിലെത്തി കേട്ടോ. വന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. കാരണം കണ്ണ് തുറക്കുകയായിരുന്നു, നല്ല ടയർഡായിരുന്നു. അന്നിങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ എണീറ്റ് ഫ്രഷായി. ഇനി നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ എൻ്റെ അനിയനും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പം അനന്തു ഇപ്പോൾ ഇവിടെയാണ്, UK-യിലാണ്. അപ്പോൾ അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം എത്ര മണിയായി? ഇപ്പോൾ 9 മണിയായി. എണീക്കാൻ ഇച്ചിരി ലേറ്റായി, കാരണം ഇന്ന് വേറെ പരിപാടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ലേറ്റായി. അപ്പോൾ വാവ എണീക്കുന്നതിന് മുമ്പ് വാവക്കൂട്ടിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം. അപ്പോൾ വാവയ്ക്ക് ഇന്ന് പഴം ഇരിപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി ഓട്സ് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെയാണ്, ഓട്സും പഴവും പിന്നെ യോഗട്ടും നമ്മുടെ വേ പ്രോട്ടീനും. അപ്പോൾ വാവ എണീക്കുന്നതിന് മുമ്പ് വാവയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവൾ വരുമ്പോൾ കറക്റ്റായിട്ട് അങ്ങ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് വാവയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അല്ലേ? എന്തായാലും അവൻ സൗത്ത് ഹോളിൽ നിൽക്കും, സൗത്ത് ഹോളിൽ ഇറങ്ങി നിൽക്കും. അവിടെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി നിൽക്കും. ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ കുറച്ച് മിനുക്ക് പണികളൊക്കെ നടത്തട്ടെ ഗേസ്. എനിക്ക് തോന്നുന്നു വാവ എണീറ്റിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, കാരണം ചെറുതായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. വാവ മൂളുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഓൾറെഡി നമ്മൾ ഓട്സ് വാവയ്ക്ക് വെള്ളത്തിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ബനാനയായിട്ട് മാഷ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഷുഗറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കുട്ടികൾക്ക് ഒരുപാട് തേൻ കൊടുക്കാൻ പാടില്ല, ഇച്ചിരി കൊടുക്കണം കേട്ടോ. ഇച്ചിരി തേൻ മതി, ഇച്ചിരി പൊടിക്ക് നല്ല രീതിക്ക് ഉടച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. ഇതിൽ കുറച്ച് യോഗട്ട് കൂടെ ഇടാം കേട്ടോ, കാരണം ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലൂബെറിയുടെ യോഗട്ട് ഉണ്ട്. എനിക്ക് ബാക്ക് ക്യാമറയിൽ നിന്ന് എടുത്തപ്പം എന്തോ ഒരു ഇത് റെഡിയാവും. സോ എൻ്റെ മോയ്സ്ചറൈസർ, ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് സൺസ്ക്രീൻ ഏതാണെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ, സോൾസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ്. അത്യാവശ്യം നല്ല രീതിക്ക് സ്കിന്നും മോയ്സ്ചറൈസായിട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യണത്. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. വേറെ ഒരു സെറവും ക്രീമും ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത്തിരി മേക്കപ്പ് ഒന്നും വേണ്ട, കുറച്ചൊന്ന് ടച്ചപ്പ് ചെയ്തിട്ടങ്ങ് പോയാം. വാവേ മെയ്ബു. വാവയുടെ പേര് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒറിജിനൽ നെയിം എന്താന്ന്. മെയ്ബു എന്നൊന്നും വിളിച്ചാൽ അവിടെ എണീക്കൊന്നുമില്ല. ഗുഡ് മോർണിംഗ്. വാ 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 വാ. ഹായ് ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ് എന്ന് പറ. വാ നമുക്ക് ബ്രഷ് ചെയ്യാം. വാ ഇടുന്നേ. ഹായ്. അച്ഛൻ്റെ ബ്രഷ് എടുക്കേ. വാ കാണിച്ചേ. എന്താണ്? വാ ലെറ്റ്സ് ഗോ. ഹായ് പറഞ്ഞേ. ഇന്നലെ കൊമ്പ് കെട്ടിയിട്ട് വാവയുടെ തല മുടിയൊക്കെ പറന്ന് നിൽക്കുകയാണ്. ചിക്കു അവിടെ വെള്ളം കുപ്പിയോടെ. ജോണി ഈറ്റിംഗ് ഷുഗർ. നോ പപ്പ. വാവയുടെ തന്നെ അത്. വെള്ളം കുടിക്കും കുറച്ച്. ഇഷ്ടപ്പെട്ടാ?
ചോളം കുടിച്ചേ. എൻ്റെ ഉടുപ്പിലാക്കി. ഇത് അച്ഛൻ്റെ ആണേ, അച്ഛൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ വാവയ്ക്ക് ഈ ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് പെട്ടെന്ന് ഇതാക്കട്ടെ, സമയമില്ല അല്ലേ വാവേ? ടാറ്റ പറഞ്ഞേ, ഫുഡ് കഴിച്ചിട്ട് കാണാൻ പറ. ആയല്ലേ വാവേ, ടാറ്റാ. ഈ വാവയ്ക്ക് എൻ്റെ മേക്കപ്പ് പൗച്ച് കൊടുത്തിട്ടേ വാവ പല സാധനങ്ങളും ഒടിച്ച് വെച്ചിട്ടുണ്ട്. സോ അപ്പം ദിസ് ഇസ് കൺസീലർ ഗൈസ്, കൺസീലർ. ഓക്കെ, മെബിലിൻ്റെ അത് ജസ്റ്റ് അവിടെ എനിക്ക് പല ഭാഗത്തും ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. സോ അവിടെയൊക്കെ മാത്രം ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഗൈസ് അങ്ങനെ ഒരുവിധം വാവക്കൂട്ടൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്താണ് വാവ, മീശയാണോ? വാവയുടെ ഫുൾ വാവ ഫിനിഷ് ചെയ്തു. ഗുഡ് ഗേൾ. ഇവിടെ നിന്ന് ഇത് കുടിച്ചേ. ഇത് കുടിക്ക്, വെള്ളം കുടിക്ക്, കുറച്ച് വെള്ളം കുടി, ഭയങ്കര പാടാ അല്ലേ വാവേ? ഇടിയിപ്പം കിട്ടും. ഗൈസ് അപ്പം ഞങ്ങൾ പോയി റെഡി ആവട്ടെ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ ജിമ്മിലേക്ക് പോവാം. ഓൾറെഡി സമയം ലേറ്റായി. പോവാം, വാ. അപ്പോൾ ഇപ്പോൾ വാവക്കുട്ടൻ ഞാനിപ്പോൾ വന്നതിന് ശേഷം രാവിലെ യോശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് യോശൻ വാവക്കുട്ടനെ ഓൾറെഡി ബേബി സിറ്റിങ്ങിൽ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഡ്രോപ്പ് ചെയ്തിട്ട് ജിമ്മിലായിരുന്നു ഞാൻ വിളിച്ച സമയത്ത്. ഇപ്പം ഞാൻ എണീറ്റിട്ട് സത്യം പറഞ്ഞാൽ ഇത്ര നേരം വിളിച്ചില്ല. കാരണം ഞാൻ അനന്തുമായിട്ട് ഇങ്ങനെ മെസ്സേജും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് സ്റ്റേഷനിൽ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടേ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പം അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു റെഡിയായി കഴിഞ്ഞതിന് ശേഷം വിളിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതേ എൻ്റെ റെവല്യൂഷൻ്റെ ഫൗണ്ടേഷൻ അതൊരു ഇച്ചിരി പോലം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 3-4 അത്രേ ഉള്ളൂ, ഫുള്ള് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് മൈ കൈൻഡ് ഓഫ് നോ മേക്കപ്പ് ലുക്കാണ് ഗൈസ്. ഒത്തിരി മേക്കപ്പും അല്ല, എന്നാൽ നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. ഒരു വ്യത്യാസം വന്നില്ലേ മുഖത്ത്? കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഇതായി കൊടുക്കുക. ഐബ്രോ എനിക്ക് ത്രെഡ് ചെയ്യാൻ സമയമായി. ഞാൻ ത്രെഡ് ചെയ്യുന്നുണ്ടല്ലോ, ലൈക്ക് ചിലപ്പോൾ 2 മാസത്തിലൊരിക്കലായിരിക്കും ഞാൻ ത്രെഡ് ചെയ്യാൻ പോണത്. കാരണം എനിക്കങ്ങനെ ഒത്തിരി പിരികം അങ്ങനെ വരത്തൊന്നുമില്ല. അത് പക്ഷേ ഒരു പ്രശ്നം, ഞാൻ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഈ 2 മാസത്തിലൊരിക്കൽ പോകുമ്പോഴുള്ള പ്രശ്നം, ഈ കുറേ മുടി ചിലപ്പോൾ സൈഡിലൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ട്? എനിക്ക് ഒരു കണ്ണിൽ വലിയ പെയിൻ കാണത്തില്ല, പക്ഷെ ഒരു കണ്ണ് എനിക്ക് അടച്ചു വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ത്രെഡ് ചെയ്യാൻ സമയത്ത് അടയ്ക്കാനേ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിനായിരിക്കും. എൻ്റെ മേക്കപ്പ് അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ മേക്കപ്പ് കണ്ടോ, എത്ര മിനിറ്റ് എടുത്ത് നമ്മളിത് ചെയ്യാൻ? ഒരു 5 മിനിറ്റ് പോലും എടുത്താണല്ലോ. ആക്ച്വലി ഇതിനേക്കാളും സ്പീഡിൽ ഞാൻ ചെയ്യും. പിന്നെ ഇപ്പോൾ വീഡിയോ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി സ്ലോ ആക്കി ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ വാ പോകാണ്ട് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? എനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ അതൊക്കെ വായൊക്കെ അങ്ങും പോവും. അത്രേ ഉള്ളൂ ഗൈസ്. ഇത് മറ്റേ ലിപ് പ്ലം ആണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ആദ്യം ഇത് യൂസ് ചെയ്യണ സമയത്ത് നമ്മുടെ ചുണ്ടിങ്ങനെ കുറച്ച് നീറി വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് കഴിയുമ്പോഴത്തേനും ഓക്കെ അങ്ങോട്ടോ. നല്ല രസമല്ലേ? എനിക്ക് തീരെ ഗ്ലോസി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ഇതാവാൻ വേണ്ടിയിട്ട് പ്ലം ആവാനാണോ എന്തോ ആവാൻ വേണ്ടിയിട്ട് ചുണ്ടിങ്ങനെ കുറച്ച് നേരം ഇത് വെച്ചിരിക്കും. പക്ഷെ കുറേ കഴിയുമ്പോൾ ഞാനിതിങ്ങനെ ടിഷ്യൂ പേപ്പറിൽ കളയാം. എന്തിനാണോ അതോ ഞാനിടുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം റെഡിയായി. പുറത്തിറങ്ങുമ്പോൾ ആൾ ഫുൾ ഓണാണ്, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇന്ന് എനിക്ക് അച്ഛൻ പറയട്ടെ, ബേബി സിറ്റിംഗ് ആക്കണം, ജിമ്മിൽ പോകണം, പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വാവനത്തേക്ക്. വാവ എവിടെ പോവാ?
പെട്ടെന്ന് റെഡി ആവാം, കാരണം അനന്തു ഇപ്പം എത്തും. എനിക്ക് ഇവിടെ നിന്ന് സൗത്ത് ഹോൾ വരെ പോയേണ്ടതാണ്. 30 മിനിറ്റ്സേ ഉള്ളൂ, പക്ഷെ എനിക്ക് പെട്ടെന്ന് എത്തുമോ എന്ന് എനിക്കറിയത്തില്ല. ഉച്ചിക്കൊണ്ട കിട്ടിയിട്ടൊക്കെയാണ് കേസ് ഞാൻ പോണം. ഉച്ചിക്കൊണ്ട അത്രേ ഉള്ളൂ. വാവ ബോൾ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. കാക്കയൊക്കെ പറയണം വാവ. കാക്ക എവിടെ? കാക്കയില്ലല്ലോ അവിടെ. കാക്കയില്ലല്ലോ. അച്ഛൻ പോയിട്ട് വരാം കേട്ടോ. വാവ അടങ്ങിയിരിക്കണേ, നല്ല കുട്ടിയായിട്ടിരിക്കണേ. ഞാൻ റെഡി ആയിട്ടുണ്ട്. തൽക്കാലം ഇത് വേണ്ട, ഇത്ര മതി. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സ്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ. നോക്ക്, ബാബുക്കുട്ടർ എന്താണ് എടുത്തിട്ടേക്കണേന്ന് നോക്കിയാൽ വാവയുടെ ടോയ് എടുത്ത് എൻ്റെ ബാഗിനകത്ത് വെച്ചേക്കുവാ. കഴിഞ്ഞ ദിവസം എന്താണ് എൻ്റെ ക്യാബിൻ ബാഗിൽ നിന്ന് കിട്ടിയെന്ന് അറിയോ? എൻ്റെ ക്യാബിൻ ബാഗിനകത്ത് TV യുടെ റിമോട്ട് എല്ലാം എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം ഞാൻ സ്കൂളിൽ പോകുന്ന കുട്ടീനെ പോലെ പോവുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹലോ ഗായ്സ്, അപ്പോൾ വാവനെ ബേബിസിറ്റിംഗ് ആക്കിയിട്ട് ഞാൻ നേരെ ജിമ്മിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ലെഗ് ഡേ ആണ് അല്ലേ മോനെ? ലെഗ് ഡേ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ലെഗ് പ്രസ് കഴിഞ്ഞു. ഇതെന്താണ് ചെയ്യുന്നത്? സ്കോട്ട് ചെയ്യാണ്. ഗൈസ്, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഞാൻ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അനന്തു അവൻ സൗത്ത് ഹോളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ട്രെയിൻ നിർത്തിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് സൗത്ത് ഹോളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ കാണാനില്ല, ഞാൻ എവിടെയെല്ലാം നോക്കിക്കൊണ്ടിരുന്ന കാണാനില്ല. മതിയടാ. ഓ മൈ ഗോഡ്. എങ്ങനെയുണ്ട് അനന്ത് മോൻ? ലണ്ടൻ ഇഷ്ടപ്പെട്ട? ഞങ്ങൾ ലണ്ടനിലെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ലണ്ടനിന്റെ അകത്തുള്ള ഇന്ത്യന്റെ അകത്ത് ഇവിടെ പാനിപൂരി തൊട്ട് ബേൽപൂരി വരെ എല്ലാം ഉണ്ട്. ഇവിടെ മറ്റേ റോഡ് സൈഡിലുള്ള ആവേശത്തിൽ പോയി ഞാൻ ഈ ജ്യൂസ് വാങ്ങിച്ചത് ഇപ്പൊ കുടിച്ചിറക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ട് അവൻ നൈസായിട്ട് എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ജ്യൂസാണ് അത്. ജ്യൂസ് അല്ല, അത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ്. പക്ഷെ അത് ഭയങ്കര കട്ടി മിൽക്ക് ഷേക്ക്. കുറച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചാലോ നമുക്ക് അവിടെ ചെന്നിട്ട്. വേറെ കിടക്ക് തുടയ്ക്കേണ്ടതാണ് ഇവിടെ. അതാണ് നീ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു? തുടച്ച് പഠിച്ചാ നീ. മലയാളി എവിടെ പോയാലും രക്ഷപ്പെടുന്നില്ല. അത് ശരിയാണ്, നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടും. ആകെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത് യൂറോപ്പിൽ. പക്ഷെ ഇവിടെ ചില വീടുകളിൽ അവര് വെക്കും. അല്ല, അത് വെക്കാം, നമ്മളുടെ അവിടെ വെക്കാം. പിന്നെ അതിന് സെപ്പറേറ്റ് മറ്റേ കണക്ഷനൊക്കെ എടുക്കണം. സ്പ്രേ വാങ്ങിച്ചിട്ട് അങ്ങനെയല്ല, അതല്ലാതെ ആമസോണില് ലൈക് ബോട്ടിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഈ സാധനം കണക്ട് ചെയ്യണ സാധനം അതുണ്ട്. അത് വേണമെങ്കിൽ നിനക്ക് അടിച്ച് യൂസ് ചെയ്യാമല്ലോ. ഇനിയിപ്പോ അതിനൊന്നും അതാണ്, ചുമ്മാ ഇറങ്ങി ഇവിടെ പൈസയാണ്. അതാണ് ഇവിടെ കാണിച്ചു കൊടുക്കട്ടെ. ഇത് നോക്കട്ടെ, എല്ലാ കടയും ഇവിടെ. ലണ്ടനിൽ ഇരിക്കുന്ന കടയാണ്, നമ്മുടെ ഫാൻസി കട. ഓ, ഫാൻസി കടയാണ് ഇവിടെ മൊത്തം. അങ്ങനെയാണ് ഇവിടെ ഫുള്ള് റോഡ് സൈഡിലൊക്കെ എല്ലാരും ഇട്ടിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സ്ഥലം ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത് സിറ്റുവേഷൻ വന്നത്. ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ആക്ച്വലി ഇവിടെ മൊത്തം പഞ്ചാബീസ് ആണ്. ഇന്ത്യൻസും ഉണ്ട്, പാകിസ്ഥാനീസും ഉണ്ട്. പക്ഷെ മൊത്തം പഞ്ചാബി, സൗത്ത് ഇന്ത്യൻസ് അല്ല, നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ മൊത്തം ഉള്ളത്. ഇന്ത്യൻസ് എല്ലാം ഉണ്ട്, എന്നാലും എല്ലാരും ഉണ്ട്. ഇവിടെ ശരവണ ഭവൻ ഉണ്ട്. എവിടെ ശരവണ ഭവൻ കഴിഞ്ഞ? നമ്മള് ക്രോസ് ചെയ്താണോ? ശരിയാണ്. ആണോ? ഞാനിവിടെ വന്നിട്ട് ഇവനെ നോക്കുകയാണ്. എനിക്ക് എവിടെ നോക്കിയിട്ട് ഇവനെ കാണാൻ പറ്റുന്നില്ല. നമുക്കൊരു പാനിപൂരി കഴിച്ചാലോ? അതാണ്ട ഇഷ്ടം. ഭയങ്കര തിരക്ക്, ഞാൻ കയറുന്നില്ല. നമുക്ക് പുറത്തുള്ള പാനിപൂരി കഴിക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിരുന്ന് പോവാൻ. അത് ശരിയാണ്, പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരു വട്ടം ഇവിടെ രാത്രി വന്നിട്ടില്ലേ,
ഈ റോഡ് സൈഡ് പാനിപ്പൂരി ഉണ്ടായിരുന്നു. ഓ തണുപ്പത്ത് വിറച്ച് നിന്ന് പാനിപ്പൂരി കഴിച്ചിട്ട് പോയി. ഓ പക്ഷെ തണുപ്പൊക്കെ കുറഞ്ഞു. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. എനിക്കൊരു കാര്യം പറയട്ടെ, എന്റെ കൈ വേദന എടുക്കുന്നു, പിടിക്ക്. അപ്പൊ ഗൈസ് ചേച്ചി എവിടെയോ കൊണ്ടുവന്നു എന്നെ. ചോറും മീൻകറി കഴിച്ചിട്ട് കുറെ ആയി. ഞാൻ മറ്റേ ചോറ് കഴിച്ചിട്ട്. പക്ഷെ എന്റെ ഫ്രണ്ട് പറഞ്ഞ് ഇവിടെ ആ റൈസ് കിട്ടും, ഇതേപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ കഴിക്കുന്ന ഏരിയ അറിയാം, ബസുമതി റൈസ്. ബസുമതി റൈസ് നെയ്ച്ചോറാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് എളുപ്പം അതാണ്. മറ്റൊന്നും കുക്കറിലൊക്കെ അതും കുക്കറിൽ അത് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലിൽ എടുക്കും. ഞാൻ പഠിച്ച ഫുഡ് എന്റെ ഫുഡ് കണ്ടാണ് കുക്ക് ചെയ്ത് ചിക്കൻ കറിയും ചോറും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. പൊളി. ഹലോ ഫോൺ എടുത്തിടും അവള്. ഫൈനലി ചോറ് കിട്ടി അല്ലേ? അങ്ങനെ ഈ ചോറ് കഴിക്കും, പക്ഷെ മീന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കഴിയുന്നത്. അതിന്റെ സന്തോഷമുണ്ട്. എനിക്ക് വയ്യ, പക്ഷെ അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. മണിമോൾ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ മീൻ കറി. അച്ചാറ് ഞാൻ എടുത്തു. നല്ല ചോറും പയറും മീൻകറിയും. കഴിക്ക് നല്ലല്ലേ, കഴിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തു പോവാം. ഞാന് അങ്ങനെ ഈ ചേച്ചിയാണെന്ന് എന്റെ ചന്തി ഒന്ന് മാറ്റു. ആ ചേച്ചിയാണ് ഗൈഡെന്ന്. ആ ചേച്ചിയാണെന്ന് പുറത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞത്. എല്ലാരെയും കൊണ്ടുപോകാന്ന്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പുറത്തു പോവാം. നോക്കട്ടെടാ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്ത്. ലിപ് ഗ്ലോസ് ഇല്ല ആക്ച്വലി, ഇത് ലിപ് മറ്റേ പ്ലം അതാണ്. എങ്ങനെയുണ്ട്? കാന്തുന്ന എനിക്ക്. കാന്തുക മീൻസ് നീറുക. സോറി, ഞങ്ങൾ ട്രിവാൻഡ്രം അങ്ങനെ കാന്തുന്നു. കാന്തം എന്ന് വെച്ചാൽ എരിയുന്നു നീറുന്നു. സോറി. എവിടെ ഫസ്റ്റ് അടിക്കണം. സോറി പറയാനും താങ്ക് യു പറയാനും പഠിച്ച നിങ്ങൾ പകുതി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കി ചോറൊക്കെ ഇഷ്ടപ്പെട്ട? ചോറ് സൂപ്പർ ആയിരുന്നു, നൈസ്. കുറച്ച് ദിവസമായി വന്നിട്ട് ചോറ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മീൻകറി സൂപ്പർ ആയിരുന്നു. അതെ, മീൻകറി കിട്ടില്ല. സൂപ്പർ മീൻകറിയും നല്ല മീനുമായിരുന്നു, നല്ല മീൻകറിയായിരുന്നു, നല്ല ഫ്രഷ് മീനായിരുന്നു. ചോറും അച്ചാറും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അങ്ങനെ ഗൈസ്, നമ്മുടെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞ് ഞങ്ങൾ സൈക്ലിംഗ് ചെയ്യാണ്. കാലൊക്കെ ഒന്ന് സോഫ്റ്റ് ആവട്ടെ കരുതി, ഗതയൊക്കെ മാറിയൊന്ന് നോർമലാവാൻ. ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് നമ്മള് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഫുഡ് അടിക്കാൻ പോകും. തീറ്റാ വിചാരം മാത്രമേ ഉള്ളൂ. ഫുഡ് മസ്റ്റ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒന്ന് വണ്ടി വാഷ് ചെയ്യാൻ പോകണം. പിന്നെ നേരെ വീട്ടിൽ ഫുഡ് ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയ. ഞാൻ ഓട്സ് കഴിച്ചിട്ട് ഇറങ്ങി. ഒന്നും അല്ലല്ലോ നടക്കേണ്ടിയിരുന്നത്. അത്ഭുതമാണ് ഇനി ഇരിക്കുന്നത്. വണ്ടിയിൽ ഞാൻ ഇരിക്കണ മതിയാ? വണ്ടിയിൽ ഞാൻ ഇരിക്കട്ടെ എന്ന്. ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തു പോവാണ് ഗൈസ്. എവിടെയാണ് പോണത്? ഗ്രീൻഫോർഡ് പോവാണ് ഗൈസ്. ഗ്രീൻഫോർഡ് പോവാണ്. വാ പോവാം. നമ്മളിവിടെ എവിടെ എത്തി? ഗ്രീൻഫോർഡ് എത്തി. ഗ്രീൻഫോർഡിൽ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് വണ്ടി ഉന്താൻ പുതിയ ഡ്രൈവറിന് കിട്ടിയിട്ടുണ്ട് അല്ലേ? സ്റ്റൈലിലൊക്കെ ഉന്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വണ്ടി മാത്രമേ ഉള്ളൂ. കൊച്ചവിടെയാണ്. അപ്പോയിന്റ്മെന്റ് ആർക്കാണെങ്കിലും ഇടാന്ന് അതിലിരിക്കാനാ ബെസ്റ്റ്. അതെ കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പൊ തണുപ്പുണ്ട്.
TK Maxൽ ഒന്ന് പോയിട്ട് വന്നാലോ? TK Maxx അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ചുമ്മാ ഒന്ന് കയറി നോക്കിയിട്ടൊക്കെ വരാം. ചേച്ചി ഭാവിക്ക് വല്ലതും നോക്കുന്നോ? ഭാവയ്ക്ക് ഉള്ള സാധനങ്ങൾ അവിടെ കട്ടിലിന്റെ ഇടയിലൊക്കെയാണ്. എന്തേലൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. ഇതേപോലെ ചേച്ചി പണ്ട് കളിച്ച കണക്ക് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. ഈ സാധനമൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ എവിടെ കിടക്കണം പോലും അറിയത്തില്ല. കഴിഞ്ഞ ദിവസമേ ഒരു മറ്റേ കുഞ്ഞു ബേബിയും മറ്റേ ഡോക്ടറിന്റെ സാധനങ്ങളൊക്കെ കൊടുത്തപ്പോഴത്തേനും കൊണ്ടുപോയ ഉടനെ അതൊക്കെ വലിച്ചൂരിയൊക്കെ എവിടെ കളഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ അതിലൊരു തെർമോമീറ്ററിന്റെ സാധനമുണ്ട്, അത് മാത്രം കൊണ്ട് നടക്കാണ്. അതെവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാം, കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കും നമ്മുടെ പനി. അപ്പൊ ചേച്ചി അതിനനുസരിച്ച് അയ്യോ എനിക്ക് വയ്യേ അതേപോലെ ഇരിക്കണം. വേണ്ട ഇതിലിങ്ങനെ ആക്കാം. കണ്ട ഇതാകുമ്പോ എനിക്കും കളിക്കാം ഭാവിക്കും കളിക്കാം. അതുകൊണ്ട് ഫോട്ടോഷൂട്ടിന് വന്നിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. ഫോട്ടോ പോലും എടുത്തില്ല. ലണ്ടനിൽ വരുന്നവരുടെ പ്രത്യേക അറിയിപ്പ്, എത്ര തരം നല്ല ഡ്രസ്സ് ഇട്ടാലും എന്താ ഇതേപോലത്തെ ഒരു സാധനം ഇടാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കണ്ട എന്തു ഒരുങ്ങി വന്ന് ഡ്രസ്സേ ഒന്നും കാണുന്നില്ല. ഇന്ന് ആക്ച്വലി നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല. കുഴപ്പമില്ല ചേച്ചി, നെക്സ്റ്റ് ടൈം. എല്ലാ പ്രാവശ്യം ഞാൻ ഇത് തന്നെ പറയുന്നത്. ചേച്ചി ഇവിടെ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് തരാം, വെയിറ്റ്. ഞാൻ നേരത്തെയും പറഞ്ഞു പെട്ടിയിൽ സ്ഥലമില്ല. ഒന്നാമതേ ചേച്ചി പെട്ടിയിൽ ജാക്കറ്റ് വെക്കുമ്പോ തന്നെ പകുതി നിറയും, ഇതിന്റെ ഇടയിൽ ഇത് കൂടെ കയറ്റി വെച്ച് അറിയാമല്ലോ അവസ്ഥ. അത് ശരിയാണ്, പെട്ടിയിൽ സ്ഥലമൊന്നുമില്ല. ഇതേപോലത്തെ ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്ക്, നൈസായിരിക്കും. ചേച്ചിക്ക് വായിക്കാനല്ല വാവയ്ക്ക് വായിക്കാനാണ്. ഞാൻ മറ്റേ കാർഡ്സ് നോക്കാം, പക്ഷെ അതില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് വാ. ഇതേപോലത്തെ ഇത് പിന്നെതാ ഇത്. Oh, wheels on the bus goes round and round, round and round, round and round. നശിപ്പിച്ച് എടുക്കാൻ പറഞ്ഞു. ആ ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നമുക്ക് മറ്റേത് അടിച്ചു തരും. ഗൈസ്, നിങ്ങൾ ഷൂ എടുക്കുന്നുണ്ടോ? ഷൂ എടുക്കുന്നില്ല? ഷൂ എടുക്കുന്നു. അഡ്രസ് കൊടുക്കണം ഇനി അവിടെ. ബാക്കി എല്ലാ ഡീലിങ്സ് ഒക്കെ കഴിഞ്ഞു. അതെ, പൈസ കൊടുത്ത് അഡ്രസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വരും അല്ലേ? അപ്പൊ ഗൈസ്, ഇപ്പൊ സമയം ഏകദേശം 5 മണിയായി. ഞാൻ വായന വന്ന് പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അല്ലേ വാവേ? മാമ ഡ്രസ്സൊക്കെ മാറി മുടിയെ കെട്ടിയിട്ടുണ്ടല്ലോ. സുന്ദരിയായിട്ടുണ്ടല്ലോ മാമ. സോ ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തി അല്ലേ വാവേ? ഇവിടെയാണ് വരിക്കുന്നത് ക്യാമറ. എന്തെന്ന് ഹായ്. അപ്പൊ നമ്മള് വാവയ്ക്കുള്ള ഡിന്നർ പ്രിപ്പയർ ചെയ്യാണ്. അപ്പത്തേക്കും അവളെ എന്റെ തോളിൽ കയറിയിട്ടുണ്ട് അല്ലേ വാവേ? എന്താ എന്തെന്ന് കണ്ടില്ല? വാവയ്ക്ക് ഡിന്നർ നമുക്ക് കുറച്ച് ചോറും കുറച്ച് അരി, കുറച്ച് പരിപ്പ്, കുറച്ച് ചെറുപയറ്, പിന്നെ ഒരു പകുതി ക്യാരറ്റും ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, അതെല്ലാം കൂടി കുക്കറിലിട്ടതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നല്ല കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ജീരകം ഇട്ട് ഒരു 5-6 വിസിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഡിന്നർ റെഡി. ഗൈസ്, വാവയ്ക്ക് ഉറക്കം വരുമ്പോഴത്തേക്കും വാവ അവളുടെ ബ്ലാങ്കറ്റും വലിച്ച് ഇങ്ങനെ നടക്കും അല്ലേ വാവേ? ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്കിയേ. ആ കൈ ഉറിച്ചുന്ന കൊച്ചിന് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. അയ്യേ സോ ബാഡ്. അയ്യേ സോ ബാഡാണ് വാവ. കയ്യിൽ കണ്ട ഉറിഞ്ചി കയ്യിൽ തഴമ്പ് വന്നു ഗൈസ്. കണ്ട തഴമ്പ് വരെ വന്നു കയ്യിൽ. എന്തോന്നു? അപ്പൊ ഗൈസ്, നമ്മുടെ വാവക്കൊണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ട്. എന്നാലും കണ്ട് പഠിക്കുന്ന ഇത്രയും അവളെ കഴിക്കില്ല, എന്നാലും ഇതിന്റെ ഒരു 3/4 ഭാഗം കഴിക്കും. ഇതിലിപ്പോ റൈസ് ഉണ്ട്, പിന്നെ മറ്റേ ചുവന്ന പരിപ്പ്, ചെറിയ പയറ്, ക്യാരറ്റ്,
ഉരുളക്കിഴങ്ങ്, ഒരു പകുതി ക്യാരറ്റാണേ, പിന്നെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടിയിട്ട് കുക്കറിട്ട് അടിച്ച് റെഡിയാക്കി എടുത്തതാണ്. ഇല്ല അതെ, ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ബിരിയാണി പോലെ കൊടുക്കുന്നത്. ഉടുപ്പ് ഞാൻ മാറ്റിയത് അല്ലെങ്കിൽ ഉടുപ്പിലെല്ലാം ആക്കും, അതുകൊണ്ടാണ്. റോട്ടിക്ക് 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 ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ ആവാ, ഗുഡ് ഗേൾ. ഈ ഫ്രിഡ്ജിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് വേണം ഇവർക്ക് ഫുഡ് കൊടുക്കാൻ. അതാകുമ്പോഴത്തേക്ക് അവള് കഴിക്കും കേട്ടോ. ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും, ഒരു പിടി വെക്കും, പിന്നെ എടുക്കും, ഒരു പിടി വായിക്കാത്ത വെക്കും. എന്ത് കഷ്ടപ്പാടാണെന്നറിയോ? അതിനടുത്ത് കൊണ്ടുപോകുമ്പോ അവളൊരു പിടി വായിക്കാത്ത വെക്കും. എന്നിട്ട് അതിന് ഞം 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 വെച്ച് കഴിക്കും. എന്നെ കൊഞ്ഞണം കുത്തി കാണിക്കാനവള്. എന്തെങ്കിലുമൊക്കെ കാണിച്ച് എൻഗേജ്ഡ് ആക്കണം, എങ്കിൽ മാത്രമേ അവള് കഴിക്കുള്ളൂ. അല്ലേ ബാവേ? ജോണി ജോണി ഈറ്റിംഗ് ഷുഗർ. ഗൈസ്, അങ്ങനെ ഒരു വിധം ഇത്രയും അവള് കഴിച്ചു. ഫെയർ ഇനഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അല്ലേ ബാവേ? ഇനി വേണം? ഞാനെന്റെ സ്റ്റോപ്പ് ചെയ്തേ, കാരണം ഓൾറെഡി വയറ് ഫുള്ളായി. വേറെ തടകേ, വേറെ തടകേ, വേറെ തടകേ, തടകേ, ഇങ്ങനെ ഇങ്ങനെ ആക്കി. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ച് ഇനി വാവ കുറച്ച് നേരം ഒന്ന് ഓടിക്കളിച്ച് ക്ഷീണിക്കട്ടെ അല്ലേ? ഗൈസ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ദേഹമൊക്കെ തുടച്ചപ്പോൾ തന്നെ വാവക്കൂട്ടൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കമായിട്ടുണ്ട്. അവളിപ്പോൾ ഉറങ്ങിയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണിയാകുമ്പോൾ എണീറ്റിട്ട് പിന്നെ ഒരു മണിക്കൂർ ഒരു ഓട്ടവും ചാട്ടമുണ്ട്. അപ്പം നമ്മുടെ ഉറക്കം അങ്ങ് പോകും. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഉറക്കാറില്ല. ഈ സമയത്ത് നമ്മളെ കൊണ്ടൊന്ന് പുറത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും കറക്റ്റ് സമയം ഉറങ്ങാനായിട്ട്. അപ്പോൾ പാല കൊടുത്ത് നിന്ന് സ്ട്രെയിറ്റ് അങ്ങ് ഉറങ്ങിക്കോളും. പക്ഷേ ഇപ്പോൾ എന്തായാലും ഉറങ്ങി. ഇനിയിപ്പോൾ എണീക്കും, 10 മണിയാകുമ്പോൾ എണീക്കും, പാല് കുടിക്കും, കുറച്ച് നേരം കളിക്കും, വീണ്ടും ഉറങ്ങും. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് 1 മണിക്കൂറത്തെ ഉറക്കം പോയി കിട്ടും. എനിവേ, അപ്പം നമ്മുടെ അമ്മ അവിടെ എന്ത് ചെയ്യണം നമുക്ക് നോക്കിയിട്ട് വരാം, എന്താണ് പരിപാടി എന്ന്. ബൈ 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 ഇനോ, ടാറ്റാ ടാറ്റാ. ഇല്ല, ബൈ ഗൈസ്, ബൈ ബൈ. ലെറ്റ്സ് ഗോ. പോവാം. കയ്യിലെന്തോന്നാണ്. താങ്ക്സ്. ചക്കവറ്റൽ, പക്കാവട, ചിപ്സ്, കേക്ക്, ബൺ എന്നിവകൾ നമുക്ക് ഇവിടെ എത്തുന്നതാണ്. ഇക്കള് വന്ന് പാവത്തിന് എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചാൽ മാറും. പക്ഷെ പേടിപ്പിക്കാറില്ല, ചേച്ചിനോട് പേടിപ്പിക്കാൻ പറ്റുന്നില്ല. ഞങ്ങള് ഹോട്ടലിൽ വന്ന് ഇവന് സാധനം എടുത്ത് അത് കഴിഞ്ഞ് ഇവൻ തിരിച്ചു പോവാണ് ഇനിയിപ്പോ. ഇല്ലേടാ? ഉറങ്ങാൻ കിടത്തിയ ഒരാളിതാ ബ്ലാങ്കറ്റും വലിച്ചിട്ട് വരുന്നുണ്ടല്ലേ. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഇന്ന സമയമാകുമ്പോൾ എണീക്കുന്നു. കൈയെടുത്തേ. ഇന്ന സമയമാകുമ്പോൾ എണീക്കുമെന്ന് പറഞ്ഞില്ലേ? കറക്റ്റായിട്ടിതാ 9:45 എണീച്ച് വന്നിരിപ്പുണ്ട് സോഫയിൽ എൻ്റെ അവിടെ. ഉറങ്ങുന്നില്ലേ? ഹലോ ഹലോ മിസ്റ്റർ. ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഉറങ്ങത്തുള്ളൂ എന്തായാലും. കടിക്കിട്ട് കൊണ്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. വെറും അലമ്പോട് കൂടി. എനിക്ക് എങ്ങോട്ട് വാ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. സമയം 9:45. ടാറ്റ പറവാവേ, ടാറ്റ പറയേ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി നിങ്ങൾ ബാബുക്കുൻ്റെ അമ്മയുടെ വിശേഷങ്ങൾ കണ്ടിട്ട് വരൂ. ടാറ്റ ടാറ്റ പറ.
ടാറ്റാ ബൈ. ഓക്കെ ബൈ, ടേക്ക് കെയർ, ഹാപ്പി ജേണി. താങ്ക് യു. നീ സൂക്ഷിച്ചു പോ, കുഴപ്പമില്ല, നീ സൂക്ഷിച്ചു പോ. നമ്മുടെ ഏരിയ ആകെ വന്നിട്ട് 2 ആഴ്ച ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലേ, ഞാൻ തുടങ്ങിയത്. ശരിടാ, ബൈ, സൂക്ഷിച്ചു പോണേ. ഓ ബൈ ബൈ. ആ സെയിം അവിടെ തന്നെ പോയിക്കാൻ കയറണം. ബൈ. മാപ്പ് ഉണ്ടാ? ഓക്കെ ബൈ. അടുത്ത മാസം വരുമ്പോ കാണാം. ബൈ. ഓക്കെ ബൈ. ഓക്കെ ബൈ.